ടീച്ചർ, ഈ പ്രീനാറ്റൽ യോഗ അത് നമ്മൾ സ്വായത്തമാക്കിയാൽ നമുക്ക് എന്താണ് അതിനുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് കിട്ടുക? ഒന്നാമത്തെ കാര്യം, ബോഡി സ്ട്രോങ് ആവും, സ്പൈൻ പോസ്ചർ കറക്റ്റ് ആവും. കാരണം വയറ് മുമ്പിലേക്ക് പ്രഗ്നൻസി ടൈമിൽ വരുന്നതിന് നമുക്ക് നമ്മുടെ പോസ്റ്റർ നമുക്കൊരു കൂന് വരുന്ന അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട്. ഇങ്ങനെ വളഞ്ഞ് ചില സ്ത്രീകൾ കണ്ടില്ലേ നടുക്കന്നെ കൈയും കൊടുത്തൊക്കെ നിൽക്കുന്നത്. അപ്പോൾ ആ പോസ്റ്റർ കറക്ഷൻ വരും ഒന്ന്. പിന്നെ പൊതുവേ സ്ലീപ്പ് ഡിസ്റ്റർബ്ഡ് ആയിരിക്കും. ഹോർമോണൽ ചേഞ്ചസ് ഉണ്ടാകുന്നത് കൊണ്ട് തന്നെ സ്ലീപ്പ് ഡിസ്റ്റർബ്ഡ് ആയിരിക്കും. ഈ നമ്മൾ യോഗ പ്രാക്ടീസ് ചെയ്യുന്നത് കൊണ്ട് മെഡിറ്റേഷൻ അങ്ങനെയുള്ള കാര്യങ്ങളിലൂടെയൊക്കെ പോകുമ്പോൾ നമുക്ക് ഈ ഹോർമോണൽ ചേഞ്ചസ് നമുക്ക് അതിൻ്റെ ഒരു തീവ്രത കുറച്ച് കൊണ്ടുവരും, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് നമുക്ക് കൂടുതൽ അവയർനെസ് ഉണ്ടാവുകയും ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് കുറച്ചുകൂടെ നമ്മുടെ സ്ലീപ്പ് ബെറ്റർ ആവും. പിന്നെ ഉണ്ടാകുന്ന ഇവരുടെയൊക്കെ ഉണ്ടാകുന്ന നോസിയ, വൊമിറ്റിങ് ഇങ്ങനെയൊക്കെയുള്ള ലക്ഷണങ്ങളുണ്ടല്ലോ, അതൊക്കെ നോസിയയും വൊമിറ്റിങ്ങും ഒക്കെ നമുക്ക് ആദ്യത്തെ കുറച്ച് മാസങ്ങളിൽ ചിലർക്ക് ആദ്യത്തെ മാസങ്ങളിലല്ല, ചിലർക്ക് അവസാനം വരെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ തീവ്രത, ഇതിനെയൊന്നും ഇല്ലാതാക്കാൻ പറ്റുമെന്നല്ല പറയുന്നത്, ഇതിൻ്റെയൊക്കെ തീവ്രത കുറയ്ക്കാൻ പറ്റും. പിന്നെ മാനസികമായിട്ട് തയ്യാറെടുക്കാൻ പറ്റും. ചിലർക്ക് പ്രഗ്നൻസി എന്ന് പറയുന്ന ഒരു ഫിയറാണ്, ചൈൽഡ് ബർത്തിനെ കുറിച്ചുള്ള പേടി, പെയിൻ എന്നൊക്കെയുള്ള ആ പേടിയൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ ഉള്ളൊരു ധാരണ എന്ന് വെച്ചാൽ പ്രീനേറ്റൽ യോഗ എന്ന് പറയുന്ന ഒരു കൗൺസിലിംഗ് കൂടെയാണ്. ഇവരോട് നിരന്തരമായിട്ട് സംസാരിച്ച് നമ്മൾ ഇവരുമായിട്ടൊരു ബന്ധം, ഇവരുടെ ഒരു ട്രസ്റ്റഡ് പേഴ്സണായി മാറുകയാണ് നമ്മൾ. അപ്പം നമ്മൾ ചെയ്യുന്ന ആ കൗൺസിലിങ്ങിലൂടെ ഇങ്ങനെയുള്ള പേടി കാര്യങ്ങളൊക്കെ മാറ്റാൻ പറ്റും. പിന്നെ ഉള്ളിലുള്ള കുഞ്ഞുമായിട്ടൊരു കണക്ഷൻ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നമ്മൾ ഇവർക്ക് മെഡിറ്റേഷൻ ചെയ്യുന്ന സമയത്ത് സങ്കല്പം വെച്ചിട്ടാണ് മെഡിറ്റേറ്റ് ചെയ്യുക. ഈ കുഞ്ഞിനെക്കുറിച്ചുള്ള കുഞ്ഞിൻ്റെ ഹെൽത്ത്, കുഞ്ഞിൻ്റെ മാനസിക എന്താ പറയുന്നത് ഇമോഷണൽ ഹെൽത്ത്, ഇതെല്ലാം സങ്കല്പം വെച്ചിട്ടാണ് മെഡിറ്റേഷൻ ചെയ്യുക. അപ്പം ആ വരുന്ന കുഞ്ഞും ഫിസിക്കലി ഹെൽത്തി ആയിരിക്കും, ഇമോഷണലി ഹെൽത്തി ആയിരിക്കും, അമ്മയും കുഞ്ഞും തമ്മിലുള്ള ഒരു നല്ല ബോണ്ടിങ്ങിലായിരിക്കും വരിക. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പ്രഗ്നൻസി ടൈമിൽ യോഗയും അതുപോലെ മന്ത്രാസും ജപ ഇതൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നത് കൊണ്ട് വരും. പിന്നെ പോസ്റ്റ്നേറ്റലിൽ വരുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ഡിപ്രഷൻ്റെ കാര്യം പ്രധാനമായിട്ട് അത്. പിന്നെ പ്രസവം കഴിഞ്ഞിട്ട് ബോഡിക്ക് ഉണ്ടാകുന്ന കുറേ ക്ഷതങ്ങളുണ്ട്, ബോഡി വീക്കാവും, അങ്ങനെയുള്ള പെൽവിക് മസിൽസ് വീക്കാവും. അതിനെയൊക്കെ സ്ട്രെങ്തൻ ചെയ്യുന്നതിന് യോഗ സഹായിക്കും. യൂട്രസ് പൂർവ്വസ്ഥിതിയിലേക്ക് ആക്കാൻ സഹായിക്കും. ഇങ്ങനെയുള്ള കുറേ പ്രയോജനങ്ങൾ പ്രീനേറ്റൽ പോസ്റ്റ്നേറ്റൽ യോഗ കൊണ്ടുണ്ട്. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ ഇത് മാത്രമല്ല, യോഗ മാത്രമല്ല, ഇതിൻ്റെ കൂടെ മ്യൂസിക് ഉണ്ട്, ഡയറ്റ് ഉണ്ട്, പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ കൗൺസിലിംഗ് ഉണ്ട്, കുറേ കാര്യങ്ങൾ, മന്ത്ര, ജപ, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതുമായിട്ട് അസോസിയേറ്റഡ് ആയിട്ട് വരും.